ഹായ് ഫ്രണ്ട്സ്, HSA ഫിസിക്കൽ സയൻസിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. HSA പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുകയാണ്. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണുള്ളത്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും മലയാളത്തിലാണ് ചോദ്യം വരിക. ഓക്കെ, ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഇൻ എ ട്രാൻസിസ്റ്റർ ദ വാല്യൂ ഓഫ് ബീറ്റ ഈസ് 50. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആൽഫ. അപ്പം എന്താണ് ഇവിടെ ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞാൽ? ശ്രദ്ധിക്കുക, ഇത് ഈ മൂന്നാൾക്കാർ, ശ്രദ്ധിക്കുക, രണ്ടാൾക്കാർ ആരൊക്കെയാണ്? ആൽഫ ബീറ്റ. ഈ രണ്ടാൾക്കാരും നമ്മുടെ ട്രാൻസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് ഗെയിനാണ്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും ട്രാൻസിസ്റ്റർ നമ്മൾ 3 രീതിയിൽ ഘടിപ്പിക്കാറുണ്ട്. അതൊക്കെയാണ്: ഒന്ന് കോമൺ ബേസ്, അതുപോലെ തന്നെ കോമൺ കലക്ടർ, അതായത് അതിൻ്റെ കോമൺ എമിറ്റർ, അല്ലേ? ഇങ്ങനെ 3 വ്യത്യസ്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രാൻസിസ്റ്റർ നമ്മൾ ഘടിപ്പിക്കാറുണ്ട്. അതിനകത്ത് ആൽഫ എന്ന് പറഞ്ഞാൽ കോമൺ ബേസ്, അല്ലേ? കോമൺ ബേസിനകത്തുള്ള കറണ്ട് ഗെയിനാണ്. ആരാണ് ആൽഫ എന്ന് പറഞ്ഞാൽ? കറണ്ട് ഗെയിനാണ്. എവിടെയുള്ള കറണ്ട് ഗെയിനാണ്? കോമൺ ബേസിനകത്തുള്ള കറണ്ട് ഗെയിനാണ്. ആൽഫയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ IC ഡിവൈഡ് ബൈ എന്തായിരിക്കും? IE. എന്താ അപ്പോൾ IC എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്താ IC എന്ന് പറഞ്ഞാൽ? IC എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ടാണ്. എവിടെയുള്ള കറണ്ടാണ്? കലക്ടർ കറണ്ടും ഈ ഒരു എമിറ്ററാണ്, അല്ലേ? അപ്പം I എന്ന് പറഞ്ഞാൽ എന്താണ്? എമിറ്റർ കറണ്ടുമായിരിക്കും. അപ്പോൾ ഇത് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ബേസിനകത്തുള്ള കറണ്ട് ഗെയിൻ ആയിരിക്കും. നെക്സ്റ്റ്, കോമൺ എമിറ്റർ ആണെങ്കിൽ, ഓക്കെ, കോമൺ എമിറ്റർ ആണെങ്കിൽ അതിന് നമ്മൾ അവിടെയുള്ള കറണ്ട് ഗെയിൻ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാലും ബീറ്റ എന്ന് പറഞ്ഞാൽ കറണ്ട് ഗെയിൻ തന്നെയാണ്. പക്ഷേ എവിടെയുള്ളതാണ്? ബീറ്റ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്ററിനകത്തുള്ള കറണ്ട് ഗെയിനാണ്. അതിൻ്റെ ഇക്വേഷൻ IC ഡിവൈഡ് ബൈ IB ആയിരിക്കും. ഇവിടെ IC എന്ന് പറഞ്ഞാൽ എന്താണ്? IC നമ്മുടെ കലക്ടർ കറണ്ടും IB എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ടുമായിരിക്കും. ഓക്കെ, റെഡി. അവസാനം ഒരാൾ കൂടി ബാക്കിയുണ്ട്, അതായത് കോമൺ കലക്ടറിനകത്തുള്ള കറണ്ട് ഗെയിൻ. അത് നമ്മൾ ഗാമ എന്ന് വിളിക്കും. സോ IE ഡിവൈഡ് ബൈ IB ആയിരിക്കും. നിങ്ങൾ ആദ്യം ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക: ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അതുപോലെ തന്നെ ഈ ആൽഫയും ബീറ്റയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ബീറ്റയും ഗാമയും തമ്മിലുണ്ട്. അങ്ങനെ 3 ആൾക്കാർ തമ്മിൽ എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കണക്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യം എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി. ആൽഫ, ബീറ്റ ആൻഡ് ഗാമ, ഈ 3 ആൾക്കാർ തമ്മിൽ റിലേഷൻ ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇപ്പോൾ ആൽഫ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബീറ്റ തന്നിട്ടുണ്ട്, അപ്പോൾ ആൽഫ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ആയിരിക്കും. അത് ഡെറിവേഷൻ കൃത്യമായിട്ടുണ്ട്, നമുക്ക് തൽക്കാലം ഒന്നും വേണ്ട. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ എന്താണ്? 1 പ്ലസ് ബീറ്റ. അതുപോലെ ബീറ്റ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഈ ഒരു ഇക്വേഷൻ മതി നമുക്ക്. ബീറ്റയും ആൽഫയും കാണാൻ അവിടെ ഈ ഇക്വേഷൻ മതി. ഇപ്പോൾ ബീറ്റയാണ് തന്നതെങ്കിൽ ആൽഫയാണ് ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ആൽഫയാണ് തന്നതെങ്കിൽ ഈ സെയിം ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് ബീറ്റ കിട്ടും. ഇനി അഥവാ അത് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യാൽ മതി? ബീറ്റയുടെ ഇക്വേഷൻ എന്താണ്? ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. ഇനി ശ്രദ്ധിക്കാം, ഇനി ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷനാണ്. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു ഗാമ ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് കിട്ടും. ഒന്ന് ശ്രദ്ധിക്കാം, ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇപ്പോൾ ആൽഫയുടെ ഇക്വേഷനോ ബീറ്റയുടെ ഇക്വേഷനോ ഒന്ന് പഠിച്ചാൽ മതി. എന്തായാലും ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. ഇനി ബീറ്റ ആണെങ്കിലോ ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, ഇനി ആൽഫ ഇൻറ്റു ഗാമ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ എന്ന് കിട്ടും. ഓക്കെ, റെഡിയല്ലേ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഇവിടെ ആരെയാണ് ചോദിച്ചത്? ആൽഫയല്ലേ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ നമ്മുടെ ആൻസർ വരല്? ആൽഫ ഈസ് ഈക്വൽ ബീറ്റ എത്രയാണ്? 50 ഡിവൈഡ് ബൈ 1 പ്ലസ് എത്രയാണ്? 1 പ്ലസ് 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര ആൻസർ? 50 ഡിവൈഡ് ബൈ 1 എന്ന് കിട്ടും. അല്ലെ, അത് 0.98. ഓക്കെ, 0.98. ഇതാണ് ആൽഫയുടെ ആൻസർ. ഓക്കെ, റെഡിയല്ലേ? ട്രാൻസിസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ചോദ്യം: കാൽക്കുലേറ്റ് ദ എമിറ്റർ കറണ്ട് ഫോർ വിച്ച് IB ഈസ് ഈക്വൽ ടു 20 മൈക്രോ ആംപിയർ, ബീറ്റ ഈസ് ഈക്വൽ ടു 100. ഇവിടെ 2 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, ബേസ് കറണ്ട് IB എന്ന് പറഞ്ഞാൽ അത് ബേസ് കറണ്ടാണ്. എത്ര ബേസ് കറണ്ട് ഉള്ളത്? 20
മൈക്രോ ആംബിയറും. ബീറ്റ എന്താ ബീറ്റ? നമ്മളോട് കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കറണ്ട് ഗെയിൻ ആണ് അല്ലേ. കോമൺ എമിറ്ററിനകത്തുള്ള കറണ്ട് ഗെയിനാണ് ബീറ്റ. അതിൻ്റെ വാല്യൂ എത്രയാണ്? 100 ആണ്. സോ അതിന് യൂണിറ്റ് ഒന്നും ഇല്ല, അത് റേഷ്യോ ആയതുകൊണ്ട് കറണ്ടിൻ്റെ റേഷ്യോ ആണല്ലോ. അപ്പോൾ എന്തില്ല, അതിനകത്ത് യൂണിറ്റ് ഇല്ല. ബീറ്റ ഒരു യൂണിറ്റ് ഇല്ലാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, റെഡി? യെസ്. ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദി എമിറ്റർ കറണ്ട് അല്ലേ. എമിറ്റർ കറണ്ട് എത്ര എന്നാണ് ചോദ്യം. മകളെ എത്ര എന്നാണ് ചോദ്യം. എമിറ്റർ കറണ്ട് എത്ര എന്നാണ് ചോദ്യം. റെഡി? ഇനി ഈ രണ്ട് ഡാറ്റാസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എമിറ്റർ കറണ്ട് കാണാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എമിറ്റർ കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ്. എമിറ്റർ കറണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയുന്ന ഇക്വേഷൻ IB പ്ലസ് ആരാണ്? IC അല്ലേ. എന്താ IB എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബേസ് കറണ്ടും IC എന്ന് പറഞ്ഞാൽ നമ്മുടെ കലക്ടർ കറണ്ടുമാണ്. പക്ഷേ ഇവിടെ IB തന്നിട്ടുണ്ട് അല്ലേ, പക്ഷേ എന്തില്ല, IC നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ആരെ തന്നിട്ടുള്ളത്? ബീറ്റ തന്നത്. അതായത് മക്കളെ ബീറ്റയുടെ ഇക്വേഷൻ ആണ് ബീറ്റ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ബീറ്റ നമ്മുടെ കറണ്ട് ഗെയിൻ, കോമൺ എമിറ്ററിനകത്തുള്ള കറണ്ട് ഗെയിൻ്റെ വാല്യൂ ബീറ്റ ഈസ് ഈക്വൽ ടു IC ഡിവൈഡ് ബൈ IB ആണ്. ഓക്കെ, റെഡി? ഈ രണ്ട് ഡാറ്റാസും ബീറ്റ നമ്മൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ IB നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം IC എത്രയായിരിക്കും? IC ഈസ് ഈക്വൽ ടു എന്നാണ്, IC ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ദാറ്റ് ഈസ് ബീറ്റ ഇൻറ്റു, ഓക്കെ ക്ഷമിക്കുക, ബീറ്റ ഇൻറ്റു എന്നാണ്. IC ഈസ് ഈക്വൽ ടു എന്നാണ് ബീറ്റ ഇൻറ്റു എന്ത് കിട്ടും നമുക്ക്? IB എന്ന് കിട്ടും. ഓക്കെ, IB എന്ന് കിട്ടും. ഓക്കെ, റെഡി? ഓക്കെ, ബീറ്റയുടെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 100 ആണ്. ഇനി IB എത്രയാണ്? IBയുടെ വാല്യൂ 20 ആണ് അല്ലേ, 20. പക്ഷെ നമ്മൾ അത് മൈക്രോ ആംബിയറിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മൈക്രോ ആംബിയറിനെ ആംബിയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റു 10⁻⁻⁻ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് എഴുതിയാൽ മതി? മൈക്രോ ആംബിയറിൽ നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതാം തൽക്കാലം? ദാറ്റ് ഈസ് 120 എത്രയാണ്? ദാറ്റ് ഈസ് 2000 അല്ലേ. അപ്പം 2000 എന്ത് എഴുതുക തൽക്കാലം? 2000 IC ആണ്. 2000 എന്ത് എഴുതിയാൽ മതി? മൈക്രോ ആംബിയർ എന്ന് എഴുതി വെക്കാം. റെഡി? ഓക്കെ, ദെൻ ഇനി കിട്ടുമല്ലോ. എന്താ ഐയുടെ ഇക്വേഷൻ എന്താ വരില്ല ആ സമയത്ത് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് IC ഈക്വൽ ടു IB എത്രയാണ്? ഓൾറെഡി ഗീവാണ് 20 പ്ലസ് IC എത്രയാണ്? 2000. സോ ദ ആൻസർ ഈസ് IC ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2000-ഉം 20-ഉം കൂടി 2020 അല്ലേ. 2020 യൂണിറ്റ് ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് മൈക്രോ ആംബിയർ ആണ്. ഇനി ആംബിയറിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ 10⁻⁻6 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? അടുത്ത ചോദ്യത്തിന് മുമ്പായിട്ട് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷന് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നോക്കാം. ഇത് കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. ഇവിടെ നിങ്ങൾ ഫിഗർ ജസ്റ്റ് ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു കോമൺ ബേസ് ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എപ്പോഴും വളരെ ലോ ആയിരിക്കും. ഈ ഡാറ്റാസ് നോക്കുന്നത് നമ്മുടെ കോമൺ എമിറ്ററിനകത്ത് ഹൈ ആയിരിക്കും, കോമൺ കളക്ടറാണെങ്കിൽ വളരെ ഹൈ ആയിരിക്കും, വെരി ഹൈ ആയിരിക്കും. ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. അത് വെരി ഹൈ എന്തായിരിക്കും? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. കോമൺ എമിറ്റർ ആണെങ്കിൽ ഹൈ ആയിരിക്കും, ഏറ്റവും കുറവായിട്ടാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉള്ളത്, അത് കോമൺ കളക്ടറിനകത്തായിരിക്കും. ഇനി നമ്മൾ കറണ്ട് ഗെയിൻ്റെ വാല്യൂ ഓൾറെഡി പറഞ്ഞാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ IC ബൈ Iയും, ബീറ്റ എന്ന് പറഞ്ഞാൽ IC ഡിവൈഡ് ബൈ എന്താണ്? IBയും, ഗാമ ഈസ് ഈക്വൽ ടു IE ഡിവൈഡ് ബൈ IB ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആൽഫ കാണുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എപ്പോഴും 1-നേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. 0.9 അങ്ങനെയൊക്കെ വാല്യൂ കിട്ടും. ബീറ്റ എപ്പോഴും എന്തായിരിക്കും? 1-നേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഗാമ എന്നായിരിക്കും? 1-നേക്കാളും കൂടുതലായിരിക്കും. ബീറ്റ 100 ഒക്കെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇനി ഇതിനകത്ത് 1-നേക്കാൾ കുറവ് വരുന്ന കറണ്ട് ഗെയിൻ ആരാണത്? നമ്മുടെ ആൽഫ ആയിരിക്കും. റെഡി? ഇനി വോൾട്ടേജ് ഗെയിനാണ് കാണണമെങ്കിൽ അത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IC ഇൻറ്റു RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്ററാണ്. അപ്പം നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഇത് കോമൺ ബേസ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് കൊടുക്കുന്നത് നമ്മുടെ എവിടെയായിരിക്കും? കലക്ടറിലാണ്. അപ്പോൾ കലക്ടറിനകത്തുള്ള IC ഇൻറ്റു അവിടെയുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? RL. ഇനി ഇൻപുട്ട് ഈ ഭാഗത്തായത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? IE ഇൻറ്റു REI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ കൃത്യമായി ജസ്റ്റ് ഒന്ന് ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എത്ര? ഇവിടെ ആൽഫ ഇൻറ്റു RL ബൈ RIയും, ഇവിടെ എത്രയാണ്? RL ബൈ RI ഇൻറ്റു ബീറ്റ ആയിരിക്കും. ഇവിടെ RL ബൈ RI ഇൻറ്റു ഗാമ ആയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച് വെക്കാം. അതുപോലെ പവർ ഗെയിൻ്റെയും നമ്മുടെ വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതൊന്നും നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക?
പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. എ ട്രാൻസിസ്റ്റർ കണക്റ്റഡ് ഇൻ കോമൺ എമിറ്റർ മോഡ്. ഒരു ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ, ഈ രണ്ടാമത്തെ ബോക്സിലുള്ള കണക്ഷനാണ്, കോമൺ എമിറ്റർ മോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തന്ന ഡാറ്റാസ്? RL. എന്താ RL എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 20 കിലോ ഓം ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണ്? 1 കിലോ ഓം ആണ്. IC എത്രയാണ്? 1 മില്ലി ആമ്പർ. ആൻഡ് IB എത്രയാണ്? 20 മൈക്രോ ആമ്പർ. ഫൈൻഡ് ദി വോൾട്ടേജ് ഗെയിൻ. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ കോമൺ ഏത് കണക്ഷനാണ്? കോമൺ എമിറ്റർ ആയതുകൊണ്ട് തന്നെ എന്താ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ? ഈ രണ്ട് ഇക്വേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് എന്ത് ചെയ്യുക? ബീറ്റ ഇൻറ്റു എന്ത് പഠിച്ചാൽ മതി? ബീറ്റ ഇസ് ഈക്വൽ ടു RL ഡിവൈഡ് ബൈ RI എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എന്താ അവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ? ബീറ്റ നമ്മുടെ കറണ്ട് ഗെയിൻ ആണല്ലേ. അപ്പോൾ കോമൺ എമിറ്ററിനകത്തുള്ള കറണ്ട് ഗെയിൻ ഇക്വേഷൻ എന്താ വരില്ല? നമ്മുടെ IC ബൈ എന്ത് കിട്ടും? IB കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്താ കറണ്ട് ഗെയിൻ ഇക്വേഷൻ? അല്ല സോറി, ക്ഷമിക്കണം, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താ? ദറ്റ് ഇസ് AV അല്ലേ, അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലേ. എന്താ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു എന്ത് കിട്ടും നമുക്ക്? ബീറ്റ ഇൻറ്റു RL ഡിവൈഡ് ബൈ RI എന്ന് കിട്ടും. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ബീറ്റ എന്ന് പറഞ്ഞ ആളാരാ? അതാരാണ്? നമ്മുടെ IC ഡിവൈഡ് ബൈ എന്തായിരിക്കും? IC ഡിവൈഡ് ബൈ IB ആണല്ലേ. IC ഡിവൈഡ് ബൈ IB ഇൻറ്റു എന്ത് കിട്ടും മക്കളെ? RL ഡിവൈഡ് ബൈ RI എന്ന് കിട്ടും. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ വാല്യൂസ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം അല്ലേ. ഇനി എത്രയാണ് ICയുടെ വില? എത്രയാണ്? IC ഈസ് ഈക്വൽ ടു 1 എന്താണ്? IC ഈസ് ഈക്വൽ ടു 1 മില്ലി ആമ്പറാണ്. നമ്മൾ മില്ലി ആമ്പറൊക്കെ ഇതിലേക്ക് മാറ്റാം, നമുക്ക് ആമ്പറിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ICയുടെ വില എത്ര കൊടുക്കാം? ദാറ്റ് ഈസ് 1 ഇൻറ്റു എങ്ങനെയാണ് മില്ലി ആമ്പറിലേക്ക് മാറ്റല്? 10⁻³ കൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ ഇനി IB എത്രയാണ്? ദാറ്റ് ഈസ് 20 അല്ലേ. 20 മൈക്രോ ആമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിനാണ് -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആമ്പറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റു RL എത്രയാണ്? നമ്മുടെ ലോഡ് റെസിസ്റ്റർ എത്രയാണ്? ദാറ്റ് ഈസ് 20 കിലോ ഓം. തൽക്കാലം നമുക്ക് കിലോ ഓമിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഓമിലേക്ക് മാറ്റാം. പക്ഷേ രണ്ടും RLഉം RIയും കിലോ ഓം തന്നെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ക്യാൻസൽ ആയി പോകും അല്ലേ. കിലോ എന്നുള്ള വാക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ 10⁻³ എന്ത് ചെയ്യും? അവിടെ ക്യാൻസൽ ആകുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 20 ഡിവൈഡ് ബൈ എന്താ? 1 ശരിക്കും ഇവിടെ 20 × 10⁻³ വേണം ഓമിലേക്ക് മാറ്റാൻ വേണ്ടി. ഇവിടെയും 10⁻³ വേണം അല്ലേ. പക്ഷേ രണ്ടും കട്ടായി പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും മുകളിലും 20 കിലോ ഓം ആണ്, താഴെ നിന്നാണ് 1 കിലോ ഓം ആണല്ലോ. കിലോ ഓം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വാല്യൂ മാത്രം എഴുതി വെക്കാം. റെഡി? ഓക്കെ. അപ്പോൾ നമുക്ക് 20 ബൈ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഓൾറെഡി മുകളിൽ 20 എഴുതുന്നുണ്ട്, താഴെയും 20 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 20 അവിടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുള്ളത്? ദാറ്റ് ഈസ് 10⁻³ ഡിവൈഡ് ബൈ 10⁻⁻6 കിട്ടും. അപ്പോൾ ഓൾറെഡി 10⁻³ -6 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് എത്ര ആൻസർ കിട്ടുള്ളത്? ദാറ്റ് ഈസ് 10⁻³ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എത്ര ആൻസർ? കറണ്ട് ഗെയിൻ എത്രയാണ്? സോറി, വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? 10⁻³ അഥവാ 1000 എന്നാണ്. 1000 ആയിരിക്കും. ഓക്കെ, റെഡി. 1000 ആണ് നമ്മുടെ ആൻസർ. ഇതിനകത്ത് യൂണിറ്റ് ഇല്ല, കാരണം റേഷ്യോ ആണല്ലോ. സോ ഇതിനകത്ത് എന്തില്ല? യൂണിറ്റ് ഇല്ല. റെഡി? ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഗെയിൻ.